ഹായ് ഗൈസ്, ഒരു കുമ്പളപ്പം ഉണ്ടാക്കാൻ പോവാണ്. ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു വരിക്കച്ചക്കയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ആദ്യം അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയിൽ ഒരു ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് ചക്ക ഇതിനകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിതിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വലിയൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഞാനിതിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തത് ഒരു 8 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ഞാനിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയൊരുണ്ട ശർക്കര ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്കയ്ക്കകത്തോട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം ഗോതമ്പൊടി വേണം എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ഗ്ലാസ് പൊടിയും കൂടി ഇടുവാണ്. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തോണ്ട് വരാം. അതിനുശേഷം നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെ ഏലക്കയുടെയും പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1.5 ഗ്ലാസ് പൊടിയും കൂടി ഇട്ടിട്ട് ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും ശർക്കര ബാക്കി വന്നിട്ടുണ്ട്. മൊത്തം 3.5 ഗ്ലാസ് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. വെള്ളം ഒരുപാട് കൂടി പോകരുത്. ശർക്കര ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. മധുരം കുറവുള്ള ചക്കയായിരുന്നു. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 1 മുറി തേങ്ങയാണ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അപ്പച്ചമ്പ് എടുത്തിട്ട് അതിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു അരിപ്പപാത്രം വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കുമ്പിള കുത്തിയിട്ട് മാവ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പഠിപ്പിക്കാം, മോനെ പഠിപ്പിച്ചു തരാം. എനിക്ക് കുമ്പിളെല്ലാം കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ വാഴയില എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു 40 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 40 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനൊന്ന് നോക്കണം വെന്തിട്ടുണ്ടോയെന്ന്. അതിനുശേഷം സ്റ്റൗ ഓഫാക്കുക. ഇവിടെ എൻ്റെ വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുമ്പളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പോഴും അടിപൊളിയായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ഗൈസ്. ഒരു ചക്ക മുറിക്കാൻ പോവാണ്. ചക്ക മുറിക്കുന്നേപ്പം ചക്ക മുറിച്ചോണ്ടി പക്ഷെ നല്ല മരുന്നുണ്ട്. മുറിക്കുക പക്ഷെ മുറിച്ചിട്ട് പിന്നെ അടുത്തും കൂടി ഇച്ചിയും കൂടി മുറിച്ചിട്ടുണ്ട്. ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മുറിക്കുവാണ്. ഒന്നുകൂടി മുറിച്ച് വെച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ നല്ല മരുന്ന് വന്നു. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കി ചക്ക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.